കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് 4 മണിക്കൂർ ഇൻ ബിറ്റ്വീനും ഒരു മീൽ കഴിഞ്ഞ് അടുത്ത മീലിൻ്റെ ഇടയ്ക്ക് 4 മണിക്കൂറും, വൈകുന്നേരത്തെ തൊട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വരെ, ഡിന്നർ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് വരെ 12 മണിക്കൂറെങ്കിലും നമ്മൾ ഗ്യാപ്പ് ഇടുന്നത് നല്ലതാണ്. ഓരോ ഹെൽത്ത് കണ്ടീഷനുണ്ട്, മരുന്ന് കഴിക്കണം, ഡോക്ടർമാർ ഇൻസുലിൻ എടുക്കുന്നുണ്ട്, ഇൻസുലിൻ ഷുഗർ താഴും, ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ ഓൺ കാര്യമാണ് പറയുന്നത്. എനിക്ക് മരുന്നുകളൊന്നുമില്ല, ഡയബറ്റീസ് ഉണ്ട്, അത് ഞാൻ ഇങ്ങനെയൊക്കെയാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഡോക്ടറുടെ അഡ്വൈസ് ചോദിച്ചിട്ട് മാത്രമേ ചെയ്യാവൂ. എങ്കിലേ അല്ലാതെ വല്ല റിസ്ക് ഒന്നും എടുക്കരുത്. ഞാനൊരു ഡോക്ടറല്ല, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഒരു രോഗിയുടെ യൂസർ റിവ്യൂ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. അപ്പോൾ ഈ ഗ്യാപ്പ് എന്തിനാണ്? ഒരു കാര്യമുണ്ട്, അതിൻ്റെ പേരാണ് MMC. MMC എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ മൈഗ്രേറ്റിംഗ് മോട്ടോർ കോംപ്ലക്സ്. മൈഗ്രേറ്റിംഗ് മോട്ടോർ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ ഉണ്ടാകുന്ന റിത്മിക് വേവ് ലൈക്ക് പാറ്റേൺ ഓഫ് മസ്കുലർ കോൺട്രാക്ഷൻസ്. നമ്മുടെ സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ റിത്മിക് ആയിട്ട് വേവ് ലൈക്ക് പാറ്റേൺ എന്ന് പറഞ്ഞാൽ വേവ് ഇങ്ങനെ പോകുന്ന പോലെ, ഒരിടം കഴിഞ്ഞ് അടുത്ത ഇടം, അങ്ങനെ പാറ്റേൺ ഓഫ് റിത്മിക് കോൺട്രാക്ഷൻസ്, റിത്മിക് വേവ് ലൈക്ക് പാറ്റേൺ ഓഫ് കോൺട്രാക്ഷൻസ്, muscular contractions that occurs in the small intestine ഉണ്ടാകുന്ന muscular contractions and stomach during fasting. ഫാസ്റ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മുടെ വയറ്റിലെ ഭക്ഷണമെല്ലാം ഒഴിഞ്ഞു കഴിയുമ്പോഴാണ് ഈ മൈഗ്രേറ്റിംഗ് മോട്ടോർ കോംപ്ലക്സ് നടക്കുന്നത്. അതിനെ ഒരു ഹൗസ് കീപ്പർ ഓഫ് ദ ഡൈജസ്റ്റീവ് ട്രാക്ട് എന്നാണ് പറയുന്നത്. ആ മൈഗ്രേറ്റിംഗ് മോട്ടോർ കോംപ്ലക്സ് എന്ന് പറയുന്ന സ്റ്റമക്കിൻ്റെ കോൺട്രാക്ഷൻസിനെ ഹൗസ് കീപ്പർ ഓഫ് ദ ഡൈജസ്റ്റീവ് ട്രാക്ട് എന്ന് പറയുന്നു. അത് ക്ലീൻസ് ലെഫ്റ്റ് ഓവർ ഫുഡ്, മ്യൂക്കസ്, ബാക്ടീരിയ എല്ലാം ബിറ്റ്വീൻ മീൽസ് ക്ലീൻ ഔട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഇത്. എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ അത് അവിടെ നിന്ന് ക്ലീൻ ചെയ്ത് നമ്മുടെ റെസിഡ്യുവൽ ഫുഡ്, കുറച്ച് ഫുഡുകളൊക്കെ ബാക്കി കാണും, ബാക്ടീരിയ കാണും, ഡൈജസ്റ്റീവ് സെക്രീഷൻസ് കാണും, ഇതെല്ലാം ഇനി ആവശ്യമില്ല, അതിനെയെല്ലാം സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ നിന്ന് കോളനിലേക്ക്, അതായത് ലാർജ് ഇൻറ്റെസ്റ്റൈനിലേക്ക് ക്ലീൻ ഔട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഇത്. ഓൾഡ് കണ്ടൻസ് എല്ലാം ക്ലീൻ ഔട്ട് ചെയ്യും. പിന്നെ നമ്മൾ 4 മണിക്കൂർ കഴിഞ്ഞ് കഴിക്കുമ്പോൾ ന്യൂ ഫുഡല്ലേ വരുന്നത്, അപ്പോൾ എല്ലാം ക്ലീൻ ആയിട്ട് ഇരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ MMC എന്നും മൈഗ്രേറ്റിംഗ് മോട്ടോർ കോംപ്ലക്സ് എന്നും 4 മണിക്കൂർ നമ്മൾ ബിറ്റ്വീൻ മീൽസ് ഇടണമെന്നും ഒക്കെ നമ്മൾ പറയുന്നത്. അത് ഒരു കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ ഡയബറ്റിക്സ് ഒരു വിഷ്യസ് സർക്കിളിലാണ്. നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തിന് ഫൈബർ അത്യാവശ്യമാണ്. അപ്പോൾ ഈ ഫൈബർ ഉള്ളത് പ്ലാന്റ് മെറ്റീരിയലിൽ മാത്രമേ ഉള്ളൂ. പാലിലോ മുട്ടയിലോ ഇറച്ചിയിലോ മീനിലോ ഫൈബർ ഇല്ല. അപ്പോൾ നമ്മളെല്ലാം കഴിയുന്നതും കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കുന്നു. കാർബോഹൈഡ്രേറ്റും ഫൈബറും തമ്മിൽ മിക്സ്ഡാണ്. അതെല്ലാം പ്ലാന്റിൽ നിന്നാണ് വരുന്നത്. പാലിലുണ്ട് ഷുഗേഴ്സ്, പക്ഷേ ഇറച്ചിയിലും മീനിലും ഒന്നുമില്ല, പക്ഷെ പാലിൽ ഫൈബറും ഇല്ല. അപ്പോൾ ഇങ്ങനെ ഉള്ളത് കൊണ്ട് നമ്മൾ ഡയബറ്റിക്സ് ഉള്ള ആളുകൾ നമ്മൾ ഫൈബർ ഉള്ള ഭക്ഷണം അധികം കഴിക്കുന്നില്ല. ഇത് ഷുഗർ കൂടും എന്ന് പറഞ്ഞ്. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ ഫൈബർ ആഡ് ചെയ്താൽ ഈ ഫൈബറുള്ള ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് ഷുഗർ കൂടാതെ ഇരിക്കും. അതിനാണ് ഈ എക്സ്റ്റേണൽ ഫൈബർ സപ്ലിമെൻറ്റ്സ് നമ്മൾ ആഡ് ചെയ്യുന്നത്. നമുക്ക് പലതരത്തിലുള്ളത് ഉണ്ട്. നമുക്കതിലേറ്റവും നല്ലത് ഏതാണെന്നൊക്കെ നോക്കിയിട്ട് അത് ഞാൻ ക്രമേണ പറയാം. ഈ ഫൈബർ സപ്ലിമെൻറ്റും അത് ആഡ് ചെയ്യുന്നതിൻ്റെ പ്രിക്കോഷൻസും അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളും എങ്ങനെ ആഡ് ചെയ്യണം എന്നുള്ളതും റെസിപ്പീസും, ഈ ഫൈബർ ആഡ് ചെയ്യുമ്പോൾ ആർക്കൊക്കെ ഏതൊക്കെ ബാക്ടീരിയയ്ക്ക് ഗുണം വരുമെന്നും ഈ എല്ലാ കാര്യങ്ങളും ഇനിയുള്ള വീഡിയോയിൽ ഒന്ന് പുറകെ പറയാം. അപ്പം നിങ്ങൾ ഓരോന്നും മുഴുവൻ കണ്ടാലേ അതിൻ്റെ ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ അറിയത്തുള്ളൂ. മുഴുവൻ കാണണം, ഉപകാരമാണെന്ന് വെച്ചാൽ അത് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, അല്ലെങ്കിൽ എനിക്കതൊരു എൻകറേജ്മെൻ്റ് ഒന്നും കാണുകയില്ല.
ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ആരൊക്കെ കേൾക്കുന്നെന്ന് പോലും അറിയത്തില്ല. അപ്പോൾ നന്ദി, നമസ്കാരം.